Good morning, all. Good morning. Good morning, ma'am. Good morning, ma'am. Can you miss എടുക്കാൻ നോക്കിയോ എല്ലാവരും? മിസ് എടുത്തത് നോക്കിയോ? എന്താണ് ആരൊന്നും പറയാത്തെ? നോക്കിയില്ല? എന്ത് പറ്റി? ഓരോരുത്തരായിട്ട് പോരട്ടെ. ക്ലിയർ ആണോ? ഇൻവെന്ററി കൺട്രോളുടെ ലക്ഷ്യം അല്ലെ? റിസർവ് സ്റ്റോക്ക്, റീഓർഡർ റേറ്റ്, ക്ലിയർ ആണോ എല്ലാം? ബാക്കി എടുക്കാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് എടുക്കാം. മിസ് ട്യൂബിംഗ് സിസ്റ്റം വരെയല്ലേ പറഞ്ഞത് മിസ് കഴിഞ്ഞ ദിവസം ക്ലാസ്സിലെ? ട്യൂബിംഗ് സിസ്റ്റം പറഞ്ഞില്ലേ? കൈൻഡ്സ് ഓഫ് ഓർഡർ അല്ലെ? നെക്സ്റ്റ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോറേജ്. ഏതൊക്കെ തരത്തിലുള്ള സ്റ്റോറേജ് ആണുള്ളത് നമ്മുടെ സ്റ്റോറേജ് സെക്ഷനില്? ഏതൊക്കെ തരത്തിലുള്ള സ്റ്റോറേജ് വരുന്നുണ്ട്? ഏതൊക്കെ തരത്തിൽ നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്? നമ്മുടെ വീടുകളിലാണെങ്കിലും സാധനങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്? എങ്ങനെയൊക്കെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? വീട്ടിലെ സാധനങ്ങൾ നിങ്ങൾ കണ്ടെയ്നേഴ്സിൽ ഇട്ട് വെക്കാറുണ്ട് അല്ലെ? പിന്നെ ഷെൽഫുകളിൽ സൂക്ഷിച്ചു വെക്കാറുണ്ടോ? ഷെൽഫുകളില് സൂക്ഷിച്ചു വെക്കാറില്ലേ? ജാറുകളിലാക്കി വെക്കാറുണ്ട് അല്ലെ? പിന്നെന്താണ് നമ്മുടെ വീടുകളിൽ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അതെങ്ങനെയാണ്? ടെക്നിക്കൽ സ്റ്റോറേജ് ആണ് അല്ലെ? അല്ലെ? ടെക്നിക്കൽ എൻവയോൺമെന്റ് സ്റ്റോറേജ് അല്ലേ? ഫ്രിഡ്ജ്, ടി.വി. നമുക്കത് കബോർഡിലൊക്കെ സൂക്ഷിക്കാൻ പറ്റുമോ? നമുക്കൊരു പ്രത്യേക സ്ഥലത്ത് അല്ലെ? നമുക്ക് അതിനുള്ള ഘടിപ്പിക്കാനുള്ള പിന്നെ വേണ്ടേ? ഇലക്ട്രിക്കലാണ് അല്ലെ അതൊക്കെ? അപ്പൊ ടെക്നിക്കൽ എൻവയോൺമെന്റ് സ്റ്റോറേജ് നോക്കാം നമുക്ക്. ഹോസ്പിറ്റലില് ഏതൊക്കെ തരത്തിലുള്ള സ്റ്റോറേജുകളുണ്ട്? ബൾക്ക് സ്റ്റോറേജ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഐറ്റംസ്. എന്താണ് ഹോസ്പിറ്റലിൽ വരുന്ന പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഐറ്റംസ്? അത് അവരെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ബൾക്ക് സ്റ്റോറേജ് അല്ലെ? ഒരുപാട് ക്വാണ്ടിറ്റിയിൽ അവർ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് തരുന്ന അഡ്മിഷൻ ടിക്കറ്റ്, അഡ്മിഷൻ കാർഡ്, ഫയലുകള്, പേപ്പേഴ്സ്, അതൊക്കെ അവർ ഒരുപാട് വാങ്ങിച്ചു വെക്കുന്നില്ലേ? സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ലേ? പ്രിസ്ക്രിപ്ഷൻ ചീട്ട് അല്ലെ? പ്രിസ്ക്രിപ്ഷൻ ചീട്ട്, അഡ്മിഷൻ കാർഡുകള്, ഫയലുകള് ഇല്ലേ? പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഐറ്റംസ്. നെക്സ്റ്റ് ഷെൽഫ് സ്റ്റോറേജ്. നമ്മൾ സാധനങ്ങൾ ഷെൽഫിൽ സൂക്ഷിച്ചു വെക്കാലോ. അങ്ങനെ ഷെൽഫിൽ സൂക്ഷിക്കുന്ന സാധനങ്ങൾ ഇപ്പൊ ഹോസ്പിറ്റലില് മെഡിസിനുകൾ എങ്ങനെയാണ് വെക്കുന്നത്? മെഡിസിനുകൾ ഷെൽഫിൽ സൂക്ഷിച്ചു വെക്കാറുണ്ടോ? കൂടാതെ എന്ത് ചെയ്യും? ബിൻ കാർഡ് അല്ലേ? ബിന്നിൽ സൂക്ഷിച്ചു വെക്കുന്നത് കണ്ടിട്ടുണ്ടോ? പാത്രങ്ങളിൽ ചെറിയ ചെറിയ. അപ്പൊ എന്താണ്? അങ്ങനെയുള്ള ഷെൽഫ് സ്റ്റോറേജ് വരുന്നുണ്ട്. ഷെൽഫുകളിൽ സൂക്ഷിക്കുന്ന സാധനങ്ങൾ ഷെൽഫ് ആയിട്ട് അവര് സ്റ്റോറേജ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ബിൻ സ്റ്റോറേജ്. ബിൻ സ്റ്റോറേജ് എന്ന് പറഞ്ഞാല് ചെറിയ ചെറിയ പാത്രങ്ങളിൽ ഇട്ട് വെക്കില്ലേ നമ്മ? നട്ട്, ബോൾട്ട്, സ്ക്രൂ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ എന്ത് ചെയ്യും? നമ്മ ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സ് അല്ലെ? ചെറിയ ചെറിയ ബിന്നുകളിലിട്ട് സൂക്ഷിക്കും. അതാണ് ബിൻ സ്റ്റോറേജ്. നെക്സ്റ്റ് വരുന്നത് ടെക്നിക്കൽ എൻവയോൺമെന്റ് സ്റ്റോറേജ്. എക്സാമ്പിൾ ഫ്രിഡ്ജ്. എന്താണ് ഹോസ്പിറ്റലിലെ ഫ്രിഡ്ജ്? എക്യുപ്മെന്റുകളൊക്കെ അവരെങ്ങനെയാണ്? ടെക്നിക്കലി എൻവയോൺമെന്റ് സ്റ്റോറേജ് ആണ് അല്ലെ? നെക്സ്റ്റ് ടെക്നിക്കലി ആയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ കറണ്ടിൽ അല്ലെ? ഇലക്ട്രോണിക്കലി ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ.
പിന്നെ ഇവാപറേറ്റീവ് ലിക്വിഡ് സ്റ്റോറേജ്, സ്പിരിറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്യും? ബാഷ്പീകരണം സംഭവിക്കും അല്ലെ. നമ്മ വായുവിൽ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അത് ബാഷ്പീകരണം സംഭവിക്കോ? സ്പിരിറ്റ് ഒക്കെ, ആൽക്കഹോള്, സ്പിരിറ്റ്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള അങ്ങനെയുള്ള സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേഞ്ചറസ് മെറ്റീരിയൽ സ്റ്റോറേജ്, ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെ, അപകടങ്ങൾ ഉണ്ടാക്കുന്ന കെമിക്കൽസ് സൂക്ഷിക്കുന്നുണ്ട് ഹോസ്പിറ്റലില്. മെർക്കുറി, സിഡെക്സ് അല്ലെ, റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ ഒക്കെ സൂക്ഷിക്കുന്നില്ല ഹോസ്പിറ്റലില്. ഡേഞ്ചറസ് ആയിട്ടുള്ള സിഡെക്സ് എന്ന് പറഞ്ഞാല് നമ്മൾ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്ന സാധനങ്ങളില്ലേ, നമ്മൾ ഈ ഹാർപ്പിക് ഒക്കെ പോലെ കേട്ടിട്ടുണ്ടോ? സിഡെക്സ് ഡിസ്ഇൻഫെക്ഷൻ ചെയ്യൂലേ നമ്മ ടോയ്ലറ്റ്സുകള്, നമ്മുടെ നിലം, ഫ്ലോർ ഒക്കെ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യില്ലേ, അതിന്റെ ഒരു ബ്രാൻഡ് നെയിം ആണ് സിഡെക്സ്. നമ്മൾ ഈ ഹാർപ്പിക് ഒക്കെ പറയുന്ന പോലെ തന്നെ. അപ്പൊ ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാനുള്ള ഏരിയ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സാധനങ്ങൾ ഹോസ്പിറ്റലിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലെ. മെർക്കുറി, സിഡെക്സ്, റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ, പിന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ. നെക്സ്റ്റ് വോളറ്റൈൽ, ഈസിലി ഇവാപറേറ്റഡ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. എന്താണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിൽ? നോർമൽ ടെമ്പറേച്ചറിൽ ഈസിലി പെട്ടെന്ന് തന്നെ ബാഷ്പീകരണം സംഭവിക്കുന്ന, ഇവാപറേഷൻ നടത്തുന്ന സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയുള്ള എന്തൊക്കെയാണ് അതിന് എക്സാമ്പിള്? സ്പിരിറ്റ്, ആൽക്കഹോള്, ക്ലോറോഫോം പോലെയുള്ള സാധനങ്ങളിലെ സബ്സ്റ്റൻസസ് ഒക്കെ അതെന്ത് ചെയ്യും? സ്റ്റാൻഡേർഡ് നോർമൽ ടെമ്പറേച്ചറിൽ അതിനെന്ത് പറ്റും? ബാഷ്പീകരണം സംഭവിക്കും അല്ലെ. അപ്പൊ അതിനാവശ്യമായ ഒരു സ്റ്റോറേജ് സ്പേസ് വേണ്ടേ ഇങ്ങനെയുള്ള സാധനങ്ങൾ സൂക്ഷിക്കാൻ ആവശ്യമായ? ഇപ്പൊ നമ്മ ഫാർമസി പഠിച്ചപ്പോ പഠിച്ചു അല്ലെ, എന്താണ് കോൾഡ് സ്റ്റോറേജ് ഏരിയ അല്ലെ, കോൾഡ് ഡ്രഗ്സുകള്. അതേപോലെ എന്താണ് ഈ നോർമൽ ടെമ്പറേച്ചറിൽ ബാഷ്പീകരണം സംഭവിക്കുന്ന സബ്സ്റ്റൻസസുകളെ സൂക്ഷിക്കാനുള്ള ഒരു ഏരിയ അല്ലെ, സ്റ്റോറേജ് ഉണ്ടായിരിക്കണം. പിന്നെ ഫസ്റ്റ് വരുന്നത് എന്താണ്? ബൾക്ക് സ്റ്റോറേജ് അല്ലെ, പ്രിന്റിങ്, സ്റ്റേഷനറി, അതായത് അതിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാ? നമ്മുടെ അഡ്മിഷൻ കാർഡുകള്, ഫയലുകള്, പിന്നെ എന്താണ് പ്രിസ്ക്രിപ്ഷൻ ചീട്ടുകള്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്താണ് ബൾക്കായിട്ടുള്ള ഇവർ ഒരുപാട് എമൗണ്ടിൽ അവർ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്നത് ഒരു ഏരിയ അല്ലെ ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ് ഷെൽഫ് സ്റ്റോറേജ്? എന്താണ് അവർ വാങ്ങിക്കുന്ന മെറ്റീരിയൽസ് ആകാം, ഗുഡ്സുകളാകാം, അവർ എങ്ങനെ സൂക്ഷിക്കുന്നുണ്ട്? ഷെൽഫുകളിൽ സൂക്ഷിക്കുന്നുണ്ട്. നെക്സ്റ്റ് ബിൻ സ്റ്റോറേജ്, അവരിലുള്ള നെറ്റ്, ബോൾട്സ്, സ്ക്രൂകള്, ചില മെഡിസിനുകളൊക്കെ ഫാർമസിയിൽ കണ്ടിട്ടുണ്ടോ? ബിന്നിലൊക്കെ ഇട്ട് വെക്കുന്നത്, ചെറിയ ചെറിയ ബൗളുകളിൽ ഇട്ട് വെക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നിട്ട് അതുമ്പോ പേര് എഴുതി വെക്കും. ആ ബിന്നുമ്പോ പേര് എഴുതി വെക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊക്കെ? അപ്പൊ അങ്ങനെയുള്ള ബിൻ സ്റ്റോറേജ് വരുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ് ടെക്നിക്കൽ എൻവയോൺമെന്റ് സ്റ്റോറേജ്. ടെക്നിക്കൽ എൻവയോൺമെന്റ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജ്, പിന്നെ ഡയാലിസിസ് സെക്ഷൻ, ഡയറ്ററി സെക്ഷനിൽ ഉപയോഗിക്കുന്ന സാധനങ്ങള്, പിന്നെ നമുക്ക് എന്താണ് ക്ലീനിങ് പർപ്പസുമായി ലോണ്ടറിയിലൊക്കെ ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീൻ, അതൊക്കെ എന്താണ് ടെക്നിക്കൽ എൻവയോൺമെന്റ് സ്റ്റോറേജ് ആണ് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് ഇവാപറേറ്റീവ് ലിക്വിഡ് സ്റ്റോറേജ്. എന്താണ് സ്പിരിറ്റ് ഒക്കെ എന്ത് പറ്റും? പെട്ടെന്ന് ബാഷ്പീകരണം സംഭവിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്നതിനുള്ള സെക്ഷൻ ഉണ്ട്. നെക്സ്റ്റ് എന്താണ് ഡേഞ്ചറസ് മെറ്റീരിയൽ സ്റ്റോറേജ് അല്ലെ. എന്താണ് നമുക്ക് അപകടങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെ, റിസ്കുകൾ ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് സൂക്ഷിക്കാൻ സ്റ്റോറേജ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? മെർക്കുറി, സിഡെക്സ്, റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ, അങ്ങനെയുള്ള സബ്സ്റ്റൻസസ്. നെക്സ്റ്റ് വരുന്നത് വോളറ്റൈൽ എന്ന് വെച്ചാല് ബാഷ്പീകരണം സംഭവിക്കുന്നത് ഈസിലി ഇവാപറേറ്റഡ് അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിൽ ബാഷ്പീകരണം സംഭവിക്കുന്നത്. നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്പിരിറ്റ്, ആൽക്കഹോള്, ക്ലോറോഫോം ഒക്കെ എന്താണ് ഈസിലി ഇവാപറേറ്റഡ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങള് സൂക്ഷിക്കുന്നത്. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മുടെ വീടുകളില് നമുക്കറിയാം പലതരത്തിലുള്ള സാധനങ്ങളുണ്ട് അല്ലെ. നമ്മൾ ഡ്രസ്സ് എങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കുന്നത്? അടുക്കളയില് ബിന്നിലിട്ടാണോ വെക്കുന്നത്? കിച്ചണിലാണോ സൂക്ഷിക്കുന്നത്? നമ്മുടെ എന്ത് ചെയ്യും? അലമാര അല്ലെ, ഷെൽഫുകളില് ഒക്കെ അല്ലേ നമ്മുടെ ക്ലോത്ത് ഒക്കെ നമ്മൾ മടക്കി സൂക്ഷിച്ചു വെക്കുന്നത്. പിന്നെ കിച്ചണിലേക്ക് ആവശ്യമായ പൗഡേഴ്സ് നമ്മൾ എന്ത് ചെയ്യും? കണ്ടെയ്നേഴ്സിൽ ഇട്ട് വെക്കും അല്ലെ. ആണോ?
കണ്ടെയ്നേഴ്സും എടുത്തു വെക്കും അല്ലെ. അരിയൊക്കെ എങ്ങനെയാ സൂക്ഷിച്ചു വെക്കുന്നത്? അരിയൊക്കെ എങ്ങനെയാ സൂക്ഷിച്ചു വെക്കുന്നത്? വലിയ വലിയ ബക്കറ്റുകളിൽ ഇട്ട് വെക്കുമല്ലോ, ആണോ? പിന്നെ TV, ഫ്രിഡ്ജ്, അതൊക്കെ എങ്ങനെയാ നമ്മ ഫിറ്റ് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്? ഷെൽഫുകൾ ഇതേപോലെ നമ്മ ഷെൽഫുകളിലോ അലമാരിയിലാണോ വെക്കുന്നത്? അല്ലല്ലോ. സ്റ്റോർ ചെയ്യുന്നത് അല്ല അല്ലെ. അപ്പൊ മനസ്സിലായോ തമ്മിലുള്ള ഡിഫറൻസ്? ക്ലിയർ ആയോ? ഇനി ചെറിയ ചെറിയ നമ്മുടെ എന്തെങ്കിലും റിപ്പയറിങ്ങിന് ഉപയോഗിക്കുന്ന നെറ്റ്, ബോൾട്ട് പോലെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കി വെക്കും അല്ലെ. അതൊക്കെ എന്ത് പറ്റും? പെട്ടെന്ന് നഷ്ടപ്പെടാൻ, നിലത്ത് വീണാല് കാണാനൊന്നും പറ്റില്ലല്ലോ. ഈ സ്ക്രൂ അങ്ങനെയുള്ള സാധനങ്ങള്, അപ്പൊ നമ്മ അത് സൂക്ഷിച്ചെടുത്ത് വെക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ എന്താണ് ബിൻ സ്റ്റോറേജുകള്. ക്ലിയർ ആയോ അത്? പിന്നെ നമ്മുടെ വീട്ടിൽ ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുമല്ലോ, ഹാർപ്പിക് അല്ലെ, ലൈസോള്, അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? കുട്ടികളൊക്കെ എടുക്കാതിരിക്കാൻ നമ്മ അത് പ്രത്യേകമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കോ? അവരിൽ നിന്ന് അകറ്റി മുകളിലൊക്കെ ആക്കി സൂക്ഷിച്ചു വെക്കും അല്ലെ, ആണോ? അപ്പൊ ക്ലിയർ ആയോ ആ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോറേജ്? ഓക്കെ, നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ്, ടൈപ്പ് ഓഫ് സ്റ്റോർസ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലുള്ള ഡിഫറെന്റ് ടൈപ്പ് സ്റ്റോറുകൾ. ഏതൊക്കെ സ്റ്റോറുകൾ ഉണ്ട് ഹോസ്പിറ്റലില്? ഏതൊക്കെ തരത്തിലുള്ള സ്റ്റോറുകൾ കാണാം? കണ്ടിട്ടുണ്ട് ഹോസ്പിറ്റലില്. ഡ്രഗ് സ്റ്റോർ ഉണ്ട് അല്ലെ. ഫാർമസിയിലേക്ക് ആവശ്യമായ സാധനങ്ങളെ സൂക്ഷിക്കുന്ന മരുന്നുകള്, ഓയിൽമെന്റുകള്, പൗഡേഴ്സ്, കെമിക്കൽസ്, അങ്ങനെയുള്ള സാധനങ്ങളെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. നെക്സ്റ്റ്, കിച്ചൺ സ്റ്റോർസ് അല്ലെ. ഡയറ്ററി സർവീസിലേക്ക് ആവശ്യമായ മെറ്റീരിയൽസ് ആവാം അല്ലെ. ഫുഡ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ പൗഡേഴ്സ് ആവാം, അങ്ങനെയുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. ലിനൻ സ്റ്റോർസ് അല്ലെ. എന്താണ്? നമ്മുടെ ബെഡ്ഷീറ്റുകള്, പില്ലോ കവേഴ്സ്, ഡ്രസ്സിങ്ങുകൾ അല്ലെ, അങ്ങനെയുള്ള ലിനൻസ് സൂക്ഷിക്കുന്നതിന് വേണ്ട ലിനൻ സ്റ്റോർസ്. നെക്സ്റ്റ് എന്താണ്? സർജിക്കൽ സ്റ്റോർസ് അല്ലെ. സർജറിക്ക് ആവശ്യമായ എന്താണ്? മെഡിസിനുകള്, എക്യുപ്മെന്റുകള് അല്ലെ, അങ്ങനെയുള്ള സാധനങ്ങള് സൂക്ഷിക്കുന്ന സ്റ്റോർ, സർജിക്കൽ സ്റ്റോർസ്. നെക്സ്റ്റ് എന്താണ്? അനസ്തേഷ്യ സ്റ്റോർ ഉണ്ട്. ജനറൽ സ്റ്റോഴ്സ്. ജനറൽ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും കിട്ടുന്നത് അല്ലെ. സ്റ്റേഷനറി, ക്ലോത്തിങ്, മെഡിസിന്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് ജനറൽ സ്റ്റോഴ്സ്. പിന്നെ എന്താണ്? അനസ്തേഷ്യ സ്റ്റോഴ്സ് അല്ലെ. അനസ്തേഷ്യക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, എക്യുപ്മെന്റുകൾ, അതൊക്കെ സൂക്ഷിക്കുന്ന ഏരിയ ആണ് അനസ്തറ്റിക് സ്റ്റോഴ്സ്. നോക്കാം നമുക്ക്. ഫസ്റ്റ് വരുന്നത് ഡ്രഗ് സ്റ്റോഴ്സ്. എന്താണ്? ഫാർമസിയിലേക്ക് ആവശ്യമായ, അല്ലെങ്കിൽ ഫാർമസിയുടെ എന്താണ് മാനുഫാക്ചറിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡ്രഗ്സുകൾ അല്ലെ. ഡ്രഗ്സുകള്, ഓയിൽമെന്റുകള്, പൗഡേഴ്സ്, കെമിക്കൽസ്, അങ്ങനെയുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്നതാണ് ഡ്രഗ് സ്റ്റോഴ്സ്. നെക്സ്റ്റ്, സർജിക്കൽ സ്റ്റോഴ്സ്. സർജറിക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളാകാം അല്ലെ. പിന്നെ എക്യുപ്മെന്റ്സുകളാകാം, സിസേഴ്സ് ആവാം അല്ലെ, സർജിക്കൽ നൈഫുകളാകാം. ഒരുപാട് സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ സർജറിക്ക്. അങ്ങനെയുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഏരിയാസ്. നെക്സ്റ്റ്, അനസ്തറ്റിക് സ്റ്റോഴ്സ്. അനസ്തേഷ്യക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിനുകള്, അവരുപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകള്, അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഏരിയാസ്. കിച്ചൺ സ്റ്റോഴ്സ് അല്ലെ. കിച്ചൺ സ്റ്റോഴ്സിൽ എന്തൊക്കെയാണ്? ഡയറ്ററി സർവീസിലേക്ക് ആവശ്യമായിട്ടുള്ള, അവിടുത്തെ ഫുഡുകളൊക്കെ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, സാധനങ്ങള്, എക്യുപ്മെന്റ്സുകൾ, അങ്ങനെയുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്നത്. ലിനൻ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ, റൂമുകളിലേക്ക് വേണം, വാർഡുകളിലേക്ക് വേണം അല്ലെ, എല്ലായിടത്തേക്കും ആവശ്യമായിട്ടുള്ള ബെഡ്ഷീറ്റുകള്, പില്ലോ കവേഴ്സ്, പുതപ്പുകള്, പിന്നെന്താണ്? ഡ്രസ്സിങ്ങുകൾ അല്ലെ. ഡ്രസ്സുകൾ കൊടുക്കാറുണ്ടല്ലോ, പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാറുണ്ടല്ലോ. സ്കാനിങ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് തരാറുണ്ടല്ലോ, സ്കാനിങ് സെക്ഷനിൽ മാത്രം ഉപയോഗിക്കുന്നതിന് വേണ്ടി. അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കിടക്കുമ്പോൾ തരും അല്ലെ ഡ്രസ്സിങ് ഉണ്ടോ? അപ്പൊ അങ്ങനെയുള്ള ഡ്രസ്സും അങ്ങനെയുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഏരിയ ആണ് ലിനൻ സ്റ്റോഴ്സ്. നെക്സ്റ്റ്, ജനറൽ ആയിട്ടുള്ള സ്റ്റോഴ്സ്. നമ്മുടെ എന്താണ്? ക്ലോത്തിങ്, സ്റ്റേഷനറി, അങ്ങനെയുള്ള ജനറൽ ഐറ്റംസ് ഒക്കെ സൂക്ഷിക്കുന്ന ഏരിയാസ്.
നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. സിറ്റുവേഷൻ ഓഫ് ദി സ്റ്റോഴ്സ്. നമ്മുടെ സ്റ്റോഴ്സിന്റെ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കണം നോക്കിയേ. ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ദ ലൊക്കേഷൻ എന്നാണ് കേട്ടോ. അത് കറക്റ്റ് ചെയ്യാം. ലൊക്കേഷൻ, ലോക്കേൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്, ലോക്കേൽ അല്ല ലൊക്കേഷൻ. ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ദ ലൊക്കേഷൻ ഓഫ് ദി സ്റ്റോഴ്സ് ആർ എന്താണ്? സ്റ്റോറുകളുടെ സ്ഥാനം നിർണ്ണയിക്കുന്നതിനുള്ള ഘടകങ്ങൾ. നമ്മ ഒരു വീട് നിർമ്മിക്കുകയാണെങ്കിൽ നമ്മൾ പല ഫാക്ടേഴ്സുകളും ഉൾപ്പെടുത്തിയിട്ടല്ലേ നമ്മ ഒരു വീട് നിർമ്മിക്കുന്നത്. എവിടെ നിർമ്മിക്കണം എന്നുള്ളത് ആണോ? ആണോ ആണോ അല്ലെ? പല കാര്യങ്ങളും നോക്കൂല്ലേ. റോഡ് ഉണ്ടോ, ആ വീടിനടുത്ത് നമ്മ എന്താണ് സ്കൂൾ ഉണ്ടോ അല്ലെ, നോക്കാറുണ്ടോ? അതോ അതോ എവിടെങ്കിലും കൊണ്ടുപോയി പണിയാണോ ചെയ്യുന്നത്? അല്ല അല്ലെ, പല കാര്യങ്ങളും നമ്മ നോക്കിയിട്ടായിരിക്കും അല്ലെ. വെള്ളം കിട്ടുന്ന പ്രദേശമാണോ അല്ലെ? വെള്ളം കിട്ടുമോ നോക്കാറില്ലേ? വാട്ടർ ഫെസിലിറ്റീസ് ഉണ്ടോ അല്ലെ? അപ്പൊ നോക്കിയേ, അപ്പൊ ഒരു സ്റ്റോർ നിർമ്മിക്കണമെങ്കിൽ എന്തൊക്കെ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു? ഒരു സ്റ്റോറ്, പിന്നെ നമ്മ വീട് പണിയുമ്പോ എന്തൊക്കെ വെഹിക്കിൾ അല്ലെ, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടോ നോക്കിയോ. കാറ് വരാനുള്ള സൗകര്യം ഉണ്ടോ അല്ലെ? നോക്കാറുണ്ടോ? സേഫ്റ്റി നോക്കണം അല്ലെ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നോക്കും? ഒരു സ്റ്റോർ പണിയണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത്, മുൻതൂക്കം നൽകുന്നത്? സേഫ്റ്റി നോക്കണം. ഓക്കെ. പിന്നെ സുരക്ഷിതത്വം നോക്കണം അല്ലെ. പിന്നെ വേറെ എന്താണ്? വേറെ എന്തൊക്കെ പറയാം? സ്റ്റോറിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എങ്ങനെയായിരിക്കും കൊണ്ടുവരുന്നത്? മിസ് തന്നെ പറഞ്ഞു, രസമില്ല പറയും. റോഡ് വഴി. അപ്പൊ എന്ത് വേണം? വാഹനങ്ങൾ വരണ്ടേ, ട്രാൻസ്പോർട്ടേഷൻ സർവീസ് വേണ്ടേ, വെഹിക്കിളിന്റെ അല്ലെ അവൈലബിലിറ്റി വേണം അല്ലെ. പിന്നെ പറയേ. പാർക്കിംഗ് ഫെസിലിറ്റീസ് വേണം അല്ലെ. പിന്നെ എന്താണ്? സാധനങ്ങൾ അൺലോഡ് ചെയ്യാനുള്ള സൗകര്യം വേണോ? അൺലോഡിംഗ് ഫെസിലിറ്റീസ് വേണോ? പിന്നെന്താണ്? പറയേ. ഓരോ സ്റ്റോറുകൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു പല കൈൻഡ്സ് ഓഫ് സ്റ്റോറുകൾ ഉണ്ട് അല്ലെ. ഓരോ സ്റ്റോറുകളും എന്തിന്റെ അടുത്തായിരിക്കണം? ഇപ്പൊ അനസ്തേഷ്യ സ്റ്റോർ എവിടെയായിരിക്കണം? അനസ്തേഷ്യ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തല്ലേ വേണ്ടത്? ആണോ? സർജിക്കൽ സ്റ്റോർ എവിടെയാണ്? ഓപ്പറേഷൻ തിയേറ്ററിന്റെ അടുത്തായിരിക്കണം അല്ലെ. അപ്പൊ എന്ത് വേണം? ക്ലോസർ ഡിപ്പാർട്ട്മെന്റ്, യൂസർ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് തന്നെ ആയിരിക്കണം സ്റ്റോർ. എന്താണ് നമ്മൾ സ്റ്റോർ പണിയേണ്ടത് അല്ലെ. അല്ലെ, യൂസർ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് തന്നെ ആയിരിക്കണം അല്ലെ. ആണോ? ഇപ്പൊ ഡയറ്ററി കിച്ചൺ സ്റ്റോർ എവിടെയായിരിക്കണം? ഡയറ്ററി സർവീസിന് അടുത്തായിരിക്കണം അല്ലെ. നെക്സ്റ്റ് പറമ്പ 3 എണ്ണം പറഞ്ഞു, 3 അല്ല 4 എണ്ണം പറഞ്ഞു. ഇനി പറ. ഫ്യൂച്ചറിൽ നമുക്ക് എന്താണ് എക്സ്പാൻഷൻ വേണമെങ്കിൽ, ഇപ്പൊ നമ്മ വീട് പണിയുമ്പോ മുകളിലേക്ക് അപ്സ്റ്റെയർ ഇടാറുണ്ട് അല്ലെ. സ്റ്റെപ്പ് ഇടാറുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ്? ചിലപ്പോ മുകളിലേക്ക് ഒന്നും എടുക്കില്ല, പക്ഷെ നമ്മ എന്ത് ചെയ്യും? സ്റ്റെയറും ഉള്ളിൽ തന്നെ ഇടും. എന്തിനാ? ഫ്യൂച്ചറിൽ നമുക്ക് എക്സ്പാൻഷൻ വേണമെങ്കിൽ ആണോ? അതിനു വേണ്ടിയിട്ടല്ലേ. അപ്പൊ എന്താണ്? സ്റ്റോർ പണിയുമ്പോ എന്തും കൂടി നമ്മ കണക്കിലെടുക്കണം. ഫ്യൂച്ചറില് ആ സ്റ്റോറിന് കുറച്ചുകൂടി വലിപ്പം കൂട്ടണം അല്ലെ. അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സൗകര്യങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള എന്താണ് ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെ, എക്സ്പാൻഷനുള്ള സൗകര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. നോക്കാം നമുക്ക്. ക്ലോസർനെസ് ടു ദി യൂസർ എന്താണ്? യൂസർ ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെ ഉപഭോക്താവുമായിട്ടുള്ള അടുപ്പ്. യൂസർ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ക്ലോസർ ആയിരിക്കണം അല്ലെ, അടുത്ത് തന്നെ ആയിരിക്കണം സ്റ്റോർ സ്ഥിതി ചെയ്യേണ്ടത്. ഫ്യൂച്ചർ ഗ്രോത്ത് ഓർ ഡൈവേഴ്സിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ് എന്താണ്? ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും ഗ്രോത്ത് അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അതിനുള്ള എക്സ്പാൻഷൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. ക്ലിയർ ആയത്? ഓക്കെ അല്ലേ? ഫ്യൂച്ചറിൽ ചിലപ്പോ നമുക്ക് തോന്നാം അല്ലെ, ഹോസ്പിറ്റലില് കുറച്ചും കൂടി സ്പെഷ്യാലിറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ് ആയി കഴിഞ്ഞാൽ
നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത് കൂടില്ലേ? സാധനങ്ങൾ, മെറ്റീരിയൽസ് കൂടോ? ആശുപത്രി പുരോഗമിക്കുന്നതിനനുസരിച്ച് അല്ലെ, ഹോസ്പിറ്റൽ പുരോഗമിക്കുന്നതിനനുസരിച്ച് അവിടെ സ്റ്റോർ ചെയ്യുന്ന സാധനങ്ങളും കൂടും. അപ്പൊ നമുക്ക് അതൊക്കെ എന്ത് വേണം? സ്റ്റോറിൽ സൂക്ഷിക്കാനുള്ള സൗകര്യം വേണ്ടേ? സൗകര്യം വേണം അല്ലെ? അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? സ്റ്റോറിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും അല്ലെ? എക്സ്പാൻഷൻ വേണ്ടേ? വിപുലീകരണം വേണം അല്ലെ? അപ്പൊ അതിനുള്ള ഒരു എക്സ്പാൻഷൻ, ഒരു ഇതുണ്ടായിരിക്കണം, ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. അവൈലബിലിറ്റി ഓഫ് വെഹിക്കിൾ അല്ലെ, വാഹനങ്ങൾ വരുന്നതിനുള്ള അവൈലബിലിറ്റി, വാഹനങ്ങളുടെ സൗകര്യം ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പാർക്കിംഗ് ആൻഡ് അൺലോഡിംഗ് അല്ലെ, എന്താണ് കൊണ്ടുവരുന്ന വാഹനങ്ങളിൽ കൊണ്ടുവരുന്ന സാധനങ്ങള് വണ്ടികൾ പാർക്ക് ചെയ്യാനും അത് അൺലോഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം. നെക്സ്റ്റ് അഡ്യൂക്കേറ്റ് ടേണിംഗ് സ്പേസ് അല്ലെ, നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള ഇത് വേണ്ടേ? സ്റ്റോറേജ് സെക്ഷൻ വേണ്ടേ? ഒരു സ്റ്റോർ റൂം പണിതത് കൊണ്ട് കാര്യമുണ്ടോ? വെറുതെ ഒരു സ്റ്റോർ റൂം പണിതു, ഡയറക്റ്റ് കിച്ചൺ സ്റ്റോർ പണിതു, അല്ലെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ സർജിക്കൽ സ്റ്റോർ പണിതത് കൊണ്ട് കാര്യമുണ്ടോ? നമുക്കത് സ്റ്റോർ ചെയ്യാനുള്ള ഏരിയ വേണ്ടേതെല്ലാം സ്പേസ് വേണം അല്ലെ? അപ്പൊ എന്താണ്? അഡ്യൂക്കേറ്റ് ടേണിംഗ് സ്പേസ്. നെക്സ്റ്റ് ഡേഞ്ചറസ് മെറ്റീരിയൽസ്. നമ്മൾ ഈ സ്റ്റോർ റൂം പണിയുന്ന ആ ഒരു സെക്ഷനില് ഡേഞ്ചറസ് മെറ്റീരിയൽസിന്റെ എന്തെങ്കിലും സാന്നിധ്യം പാടുണ്ടോ? തീ പിടിക്കാനുള്ള സാധനങ്ങള്, അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലാസ്റ്റുകൾ സംഭവിക്കാനുള്ള അതിന്റെയൊക്കെ അടുത്ത് പാടുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ എന്താണ്? ഡേഞ്ചറസ് മെറ്റീരിയൽസിന്റെ അടുത്ത് ആയിരിക്കരുത് സ്റ്റോർ റൂം പണിയേണ്ടത്. നെക്സ്റ്റ് എന്താണ്? സേഫ്റ്റി ഉണ്ടായിരിക്കണം അല്ലെ? സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ ഉണ്ടായിരിക്കണ്ടേ? നമുക്കറിയാം എന്താണ്, നമ്മൾ പൊതുവെ കാണുമ്പോ പുറത്തു പോയി ഒരു ഹോസ്പിറ്റലിൽ നോക്കിക്കഴിഞ്ഞാല് മിക്ക സ്ഥലത്ത് ഉണ്ടായിരിക്കും ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ? കണ്ടിട്ടില്ലേ? ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ? പിന്നെ എന്താണ്? എന്തെങ്കിലും അപകടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യാനുള്ള ഏരിയാസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരിക്കുമല്ലോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊക്കെ? അപ്പൊ എന്താണ്? സേഫ്റ്റി അല്ലെ? സ്റ്റോറിന്റെ സേഫ്റ്റി കൂടി കണക്കിലെടുത്തിട്ടായിരിക്കണം എന്താ സ്റ്റോർ റൂം പണിയേണ്ടത് അല്ലെ? ആവശ്യത്തിന് വെന്റിലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം സ്റ്റോർ റൂം പണിയേണ്ടത്. നെക്സ്റ്റ് എന്താണ്? ഇൻഫ്ലേമബിൾ അല്ലെ? ജ്വലിക്കുന്ന സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഏരിയയിൽ ഒരു സ്റ്റോർ റൂം പണിയാൻ പാടുണ്ടോ? സ്പിരിറ്റ് സൂക്ഷിക്കുന്ന ഏരിയ, അതല്ലെങ്കിൽ ഗ്യാസുകൾ സൂക്ഷിക്കുന്ന ഏരിയസിന്റെ അടുത്ത് കൊണ്ടുപോയി സ്റ്റോർ റൂം പണിയാൻ പാടുണ്ടോ? നമുക്കറിയാം ഹോസ്പിറ്റലിൽ പല രീതിയിലുള്ള ഗ്യാസുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ് അല്ലേ? എനിക്ക് പഠിക്കാനുണ്ട് കേട്ടോ, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം പഠിക്കാനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഗ്യാസുകൾ സ്റ്റോർ ചെയ്യുന്ന ഏരിയയിൽ പാടില്ലല്ലോ. അപ്പൊ എന്താണ്? ഇൻഫ്ലേമബിൾ, ജ്വലിക്കുന്ന സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഏരിയയുടെ അടുത്ത് കൊണ്ടുപോയി സ്റ്റോർ റൂം പണിയാനായിട്ട് പാടില്ല. ഇതെല്ലാം എന്താണ്? ക്ലോസ് എന്ന യൂസർ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തായിരിക്കണം. ഫ്യൂച്ചറിൽ എക്സ്പാൻഷൻ വില വിപുലീകരണം വേണമെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. പിന്നെ വെഹിക്കിൾസിന്റെ അവൈലബിലിറ്റി ഉണ്ടായിരിക്കണം. വണ്ടികൾ പാർക്ക് ചെയ്യാനും അൺലോഡ് ചെയ്യാനുമുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. ഇതൊക്കെ എന്താണ്? ഒരു സ്റ്റോർ റൂമിനെ ഡിറ്റർമിനിങ് ചെയ്യുന്ന അല്ലെ? സ്റ്റോർ റൂമിന്റെ സ്ഥാനം നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്, ഫാക്ടേഴ്സ് ആണ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഡോക്യുമെന്റ്സ്, റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ സ്റ്റോർ. എന്താണ്? സ്റ്റോറിൽ സൂക്ഷിക്കുന്ന ഡോക്യുമെന്റ്സുകളും റെക്കോർഡുകളും. എന്തൊക്കെ രേഖകളും എന്തൊക്കെ റെക്കോർഡുകളുമാണ് സ്റ്റോറിൽ സൂക്ഷിക്കുന്നത്? നമ്മൾ ഫാർമസി പഠിച്ചപ്പോ പഠിച്ചു അല്ലെ? ഒരുപാട് റെക്കോർഡ്സുകൾ സൂക്ഷിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ റെക്കോർഡുകളായിരിക്കും? നിങ്ങൾ ഒരുപാട് പേര് ബികോമാരുണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് പറയാലോ എന്തൊക്കെ റെക്കോർഡുകളായിരിക്കും സൂക്ഷിക്കുന്നത്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ സൂക്ഷിക്കുന്നത്, സ്റ്റോറിൽ സൂക്ഷിക്കുന്നത് സ്റ്റോക്ക് റെക്കോർഡ് ഉണ്ട് അല്ലെ? സ്റ്റോർ പിന്നെന്താണ്? പർച്ചേസ് പ്ലാൻസ് ഉണ്ട് അല്ലെ? ഡെലിവറി റെക്കോർഡ്സ്. ഓക്കെ. സ്റ്റോർ ലെഡ്ജർ അല്ലെ? എന്തൊക്കെ സാധനങ്ങൾ സ്റ്റോറിൽ അല്ലെ സൂക്ഷിക്കുന്നുണ്ട് എന്നതിന്റെ
സ്റ്റോർ ലെഡ്ജർ, ബിൻ കാർഡുകൾ അല്ലെ, ഓരോന്നിന്റെ പൊസിഷൻ അല്ലെ, സ്റ്റോക്ക് പൊസിഷൻസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ബിൻ കാർഡ്. എക്സ്പയറി ഓഫ് ക്വാണ്ടിറ്റീസ്. ബ്ലഡ് റെക്കോർഡ് ഉണ്ടാവോ നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റില്? കുമാരൻ, പേരെന്താണ്? ബ്ലഡ് റെക്കോർഡ് ഉണ്ടാവോ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റില്? പർച്ചേസ് ബില്ല്. ഓക്കെ, നോക്കാം. ഗുഡ്സ് റിട്ടേൺ, ഡെലിവറി ചലാൻ, ഡെലിത. ഓക്കെ, സരിത. ഓക്കെ 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 സരിത. നോക്കി, സ്റ്റോഴ്സ് മാനുവൽ ഉണ്ടായിരിക്കും അല്ലെ. സ്റ്റോഴ്സ് മാനുവൽ എന്താണ്? സ്റ്റോഴ്സിൽ എന്തൊക്കെ സാധനങ്ങൾ സ്റ്റോർ ഉണ്ട് അല്ലെ, എന്തൊക്കെ സാധനങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്, എത്ര സ്റ്റോർ ഉണ്ട് അല്ലെ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി സ്റ്റോർ മാനുവൽ ഉണ്ടായിരിക്കും. പർച്ചേസ് റിക്വസിഷൻ ഉണ്ടായിരിക്കുമല്ലോ. യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്ത് കിട്ടും? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് പർച്ചേസ് റിക്വസിഷൻ കിട്ടും അല്ലെ, ശുപാർശ അല്ലെ. യൂസർ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള ഏതൊക്കെ സാധനങ്ങളാണ് അല്ലെ. അപ്പൊ എന്താണ്? പർച്ചേസ് റിക്വസിഷൻ ഉണ്ടായിരിക്കും, പർച്ചേസ് പ്ലാൻ ഉണ്ടായിരിക്കും. പർച്ചേസ് റിക്വസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റില് അല്ലെങ്കിൽ സ്റ്റോഴ്സിൽ പിന്നെ ചെയ്യുന്ന കാര്യം എന്താ? യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പർച്ചേസ് റിക്വസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെന്താ പ്ലാൻ ചെയ്യുന്നേ? പ്ലാൻ ചെയ്യും അല്ലെ, ആണോ? പർച്ചേസിംഗ് പ്ലാൻ അല്ല, പ്ലാൻ ചെയ്യല്ലേ, എന്തൊക്കെ സാധനങ്ങൾ മേടിക്കണം, എത്ര ക്വാണ്ടിറ്റിയിൽ മേടിക്കണം അല്ലെ, എത്ര റേറ്റിന് മേടിക്കണം, അങ്ങനെയുള്ള പർച്ചേസ് പ്ലാൻ റെക്കോർഡുകൾ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എന്താണ്? പർച്ചേസ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യാം? സപ്ലയേഴ്സിന് ഓർഡർ കൊടുക്കും അല്ലെ. പർച്ചേസ് ഓർഡർ കൊടുക്കും. അപ്പൊ എന്താണ്? പർച്ചേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മ സപ്ലയേഴ്സിന് ഓർഡർ, ഒരു സാധനത്തിന് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്നിട്ട് അവര് ഡെലിവറി ചെയ്യോ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യോ? ഡെലിവറി തരും അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഡെലിവറി ചലാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സാധനം അല്ലെ, ഒരു മെറ്റീരിയൽസ് ആവാം, ഗുഡ്സ് ആകാം, എക്യുപ്മെന്റ്സുകളാകാം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള ഫോർമൽ ഡോക്യുമെന്റിനെയാണ് ഡെലിവറി ചലാൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇപ്പൊ സപ്ലയേഴ്സിന്റെ മാനുഫാക്ചറിങ് സെക്ഷനിൽ നിന്ന് എങ്ങോട്ട് കൊണ്ടുവരണം? ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരേണ്ട സാധനങ്ങള് കൊണ്ടുവരണോ? അപ്പൊ ആ കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് ആ സാധനം അവർക്ക് കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഫോർമൽ ഡോക്യുമെന്റിനെയാണ് ഡെലിവറി ചലാൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒരു സാധനം അല്ലെ, ഒരു സാധനം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ് ആവാം, ഗുഡ്സ് ആകാം, പ്രോഡക്റ്റ് ആവാം, എക്യുപ്മെന്റുകളാകാം. അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോരുന്നതിനാവശ്യമായിട്ടുള്ള എന്താണ്? ഫോർമൽ ഡോക്യുമെന്റിന്, ഔദ്യോഗികമായ രേഖയെയാണ് ഡെലിവറി ചലാൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അങ്ങനെ ഡെലിവറി ചലാനോട് കൂടെ ഒരു സാധനം സപ്ലയേഴ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സ്റ്റോർ എന്ത് ചെയ്യും? അത് റിസീവ് ചെയ്യും. ആ ഗുഡ്സ് അല്ലെങ്കിൽ ആ മെറ്റീരിയൽസ് റിസീവ് ചെയ്യും. അപ്പൊ എന്ത് വേണം? ഗുഡ്സ് റിസീവ്ഡ് നോട്ട് അല്ലെ. ആ ഗുഡ്സ് അല്ലെങ്കിൽ ആ മെറ്റീരിയൽ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് അവർ സ്വീകരിച്ചു എന്നറിയുന്നതിനുള്ള എന്താണ്? ഗുഡ്സ് റിസീവ്ഡ് നോട്ട് ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ? കണക്ട് ചെയ്ത് പറയുന്നതാണ് കേട്ടോ മിസ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഗുഡ്സ് റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ഇൻസ്പെക്ഷൻ നടത്തും അല്ലെ. സ്റ്റോഴ്സിൽ ഇൻസ്പെക്ഷൻ നടത്താലോ, പരിശോധന നടത്തല്ലേ. കൊണ്ടുവന്ന എന്താണ് നമ്മുടെ പ്രോഡക്ട്സുകളില്, ഗുഡ്സുകളില് എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉണ്ടോ അല്ലെ, ക്വാണ്ടിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ അല്ലെ, ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ, നമ്മ പറഞ്ഞ സാധനമാണോ കൊണ്ടുവന്നത്, അങ്ങനെയുള്ള ഒരു ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ടോ? ഇൻസ്പെക്ഷൻ നടത്തി അവർക്ക് ആ സാധനം കിട്ടി. അവർ ഇൻസ്പെക്ഷൻ നടത്തി കഴിഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു മിസ്മാച്ചിങ് കാണുകയാണ്, എന്തെങ്കിലും പ്രോഡക്റ്റ് ഡാമേജ് ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും?
ആ സപ്ലയേഴ്സിന് തിരിച്ചു കൊടുക്കുക അല്ലെ? റിട്ടേൺ ചെയ്യോ? റിട്ടേൺ ചെയ്യും. തിരിച്ചു കൊടുക്കുക അല്ലെ? അപ്പൊ എന്താണ് ഗുഡ്സ് റിട്ടേൺഡ് നോട്ട്. അപ്പൊ തിരിച്ചു കൊടുത്ത സാധനങ്ങളെ കുറിച്ച് അവര് ഡീറ്റെയിൽ എഴുതി സൂക്ഷിക്കണോ? ഇന്ന സാധനങ്ങൾ റിട്ടേൺ ചെയ്തിട്ടുണ്ട് അല്ലെ? ഇന്ന കംപ്ലൈന്റ് കൊണ്ടാണ് അത് റിട്ടേൺ ചെയ്തത് അല്ലെ? അപ്പൊ അതിനു വേണ്ടി ഗുഡ്സ് റിട്ടേൺ നോട്ട് ഉണ്ട്. ക്ലിയർ ആയോ? നെക്സ്റ്റ് മെറ്റീരിയൽസ് റിക്വസിഷൻ നോട്ട്. മെറ്റീരിയൽസ് റിക്വസിഷൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലില് ഡ്രഗ്സിന്റെ എന്താണ് ചിലപ്പോ അവര് തന്നെ റിസർച്ചുകൾ നടത്തി അവര് തന്നെ മാനുഫാക്ചറിങ് നടത്തുന്നുണ്ടല്ലോ ഹോസ്പിറ്റലില് ചില അപ്പൊ അവർക്ക് എന്ത് വേണ്ടി വരും? മെറ്റീരിയൽസ് അല്ലെ? മാനുഫാക്ചറിങ് പ്രോസസ് പൂർത്തിയാക്കാൻ അവർക്ക് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ട് അതിനെയാണ് മെറ്റീരിയൽസ് റിക്വസിഷൻ നോട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മാനുഫാക്ചറിങ് പ്രോസസ് പൂർത്തിയാക്കാനായിട്ട് ഹോസ്പിറ്റലുകാർക്ക് എന്തൊക്കെ ആ ഡിപ്പാർട്ട്മെന്റിന് ആ യൂസർ ഡിപ്പാർട്ട്മെന്റിന് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ട് മെറ്റീരിയൽസ് ആവശ്യമുണ്ട് എന്ന് കാണിക്കുന്നതാണ് മെറ്റീരിയൽസ് റിക്വസിഷൻ നോട്ട്. അപ്പൊ ആ മെറ്റീരിയൽസ് റിക്വസിഷൻ നോട്ട് ആർക്കാണ് കൊടുക്കേണ്ടത്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലേ? സ്റ്റോഴ്സിനല്ലേ കൊടുക്കേണ്ടത്? അവരല്ലേ പർച്ചേസ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ മെറ്റീരിയൽസ് റിക്വസിഷൻ നോട്ട്സ് ഉണ്ട്. പിന്നെ എന്താണ് ബിൻ കാർഡ് അല്ലെ? ബിൻ കാർഡ് എന്താണ്? ഓരോ സാധനങ്ങളുടെയും സ്റ്റോക്ക് പൊസിഷൻ അറിയുന്നതിനുള്ളത് അല്ലെ? നമ്മൾ ഫാർമസിയിൽ പഠിച്ചല്ലോ ബിൻ കാർഡിന്റെ എക്സാമ്പിൾ ഒക്കെ കാണിച്ചു തന്നല്ലേ അല്ലേ? അപ്പൊ ബിൻ കാർഡ് ഉണ്ട് അല്ലെ? ഓരോ ഏതൊക്കെ മെറ്റീരിയൽ എത്ര സ്റ്റോക്ക് ഉണ്ട് അല്ലെ? അവരെന്താണ് പർച്ചേസ് ചെയ്തത് അല്ലെ? അതിന്റെ റിമാർക്ക് എന്താണ്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ബിൻ കാർഡ് ഉണ്ട്. നെക്സ്റ്റ് സ്റ്റോഴ്സ് ലെഡ്ജർ. ലെഡ്ജർ ആണ് കേട്ടോ, എസ് അല്ല, ലെഡ്ജസ് എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ലെഡ്ജർ സ്റ്റോഴ്സ് ലെഡ്ജർ. സ്റ്റോഴ്സ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നമ്മുടെ എന്താണ് സ്റ്റോഴ്സ്മാന് ഹോസ്പിറ്റലിൽ എന്തൊക്കെ സ്റ്റോക്ക് ഉണ്ട്, എത്ര അവർ ഓർഡർ കൊടുത്തിട്ടുണ്ട് അല്ലെ, അവർ എത്ര റിസീവ് ചെയ്തിട്ടുണ്ട്, എല്ലാ സാധനങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും? കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ടോ? കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്ത് വെക്കാറില്ലേ? അതിനെയാണ് സ്റ്റോഴ്സ് ലെഡ്ജർ എന്ന് പറയുന്നത്. നമ്മ എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറിൽ രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ രജിസ്റ്ററിനെയാണ് സ്റ്റോഴ്സ് ലെഡ്ജർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ. ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ചിലപ്പോ എന്താണ് ഒബ്സോൾസൻസ് അല്ലെ? കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ? ഓർമ്മയുണ്ടോ? ഒബ്സോളസെൻസ് അല്ലെ? കാലഹരണപ്പെട്ട അല്ലെ? അല്ലെങ്കിൽ ഡിമാൻഡ് ഇല്ലാത്ത അല്ലെ? അല്ലെങ്കിൽ എന്താണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഡാമേജ് ഡേറ്റ് കഴിഞ്ഞ അല്ലെ? അല്ലെങ്കിൽ കാലഹരണപ്പെട്ട, അതല്ലെങ്കിൽ എന്താണ് മോഡല് മാറിയ സാധനങ്ങൾ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഡെഡ് സ്റ്റോക്ക് ആയിട്ടുള്ള സാധനങ്ങളെ അത് ഏതൊക്കെയാണ് എന്ന് അവര് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്ന ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ. അവരെന്ത് ചെയ്യും? ഏതൊക്കെ സാധനങ്ങൾ ഔട്ട് ഓഫ് ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്നൊക്കെ അവർ എഴുതി സൂക്ഷിക്കാറില്ലേ? പിന്നീട് വല്ല ഇൻസ്പെക്ഷൻ വന്നാൽ അല്ലെ, അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ കാണിക്കണ്ടേ? ഈ റിപ്പോർട്ടുകളൊക്കെ കാണിക്കണ്ടേ? വേണോ? വേണം. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യും? എല്ലാ കാര്യങ്ങളും അവർ നോട്ട് ചെയ്ത് വെക്കും അല്ലെ? അപ്പൊ ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ ഏതൊക്കെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഏതൊക്കെ പ്രോഡക്ട്സുകൾ അല്ലെങ്കിൽ ഏതൊക്കെ എക്യുപ്മെന്റ്സുകൾ എന്ത് പറ്റിയിട്ടുണ്ട്? കാലഹരണപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിമാൻഡ് ഇല്ലാതെ ചീത്തയായി പോയിട്ടുണ്ട് അല്ലെ? ഡാമേജ് വന്നു പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അങ്ങനെയുള്ള വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ. ക്ലിയർ ആയോ? ഓക്കെ ആണോ എല്ലാവർക്കും? റെക്കോർഡ്സുകൾ ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് സ്റ്റോർ വേരിയേഷൻസ്. എന്തൊക്കെ രീതിയിൽ സ്റ്റോഴ്സിൽ വേരിയേഷൻസ് സംഭവിക്കാം, വ്യത്യാസങ്ങൾ വരാം? സ്റ്റോഴ്സിൽ വരുന്ന സ്റ്റോക്കുകളിൽ സ്റ്റോഴ്സിൽ നമ്മൾ സൂക്ഷിക്കുന്ന മെറ്റീരിയൽസിൽ എന്തൊക്കെ രീതിയിൽ വ്യത്യാസങ്ങൾ വരാം? റെക്കോർഡ്സുകളില്, രജിസ്റ്റേഴ്സില്
അവിടുത്തെ അളവില് എന്തൊക്കെ രീതിയിൽ വ്യത്യാസങ്ങൾ വരാം? ഓർഡർ ചെയ്ത ഐറ്റംസ് ഷോർട്ടേജ് വരാം. ഓക്കെ, അങ്ങനെയല്ല ചോദിക്കുന്നത്. ഇപ്പൊ നമ്മുടെ സ്റ്റോറില് അവർക്ക് ഓരോ കണക്കുകൾ ഉണ്ട്. റോങ് എൻട്രി അല്ലെ, എന്താണ് അവർ തെറ്റായി എൻട്രി ചെയ്യും. ഇപ്പൊ എന്താണ്, അവര് 100 സാധനം, ഇപ്പൊ ഒരു മെഡിസിൻ അവര് 100 ക്വാണ്ടിറ്റി മേടിച്ചിട്ടുണ്ട്. പക്ഷെ അവർ എൻട്രി ചെയ്ത സമയത്ത് 100 എന്നുള്ളത് 150 അടിക്കുകയാണ്. റോങ് എൻട്രി അല്ലേ ഇത്? അപ്പൊ വേരിയേഷൻ വരാലോ, സ്റ്റോറില് വേരിയേഷൻസ് വരാലോ. അവർ കണക്ക് നോക്കുമ്പോ എന്ത് വരും? അവർക്ക് 150 മെഡിസിൻ കാണണല്ലേ? ആണോ? 150 മെഡിസിൻ കാണണ്ടേ? അപ്പൊ എന്ത് വരാം? ഒരു വേരിയേഷൻസ് അല്ലെ, വ്യത്യാസങ്ങൾ വരാം. പിന്നെ വേറെ എന്ത് രീതിയിൽ വരാം? റോങ് ബിന്നിൽ സൂക്ഷിക്കുന്നത് അല്ലെ. ഇപ്പൊ എന്താണ്, അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയിടുമ്പോ സംഭവിക്കാലോ. അപ്പൊ നമ്മൾ നോക്കുമ്പോ എന്ത് പറ്റും? ആ സാധനം സ്റ്റോക്ക് ഇല്ല അല്ലെ? ആണോ? നമ്മ വീട്ടില് സ്ഥിരമായിട്ട് പൊടികൾ സൂക്ഷിച്ചു വെക്കുന്ന ഇതില്ലേ, കണ്ടെയ്നേഴ്സ് ഇല്ലേ, ടിന്നുകളുണ്ട് അല്ലെ. അതാരെങ്കിലും നമ്മളല്ലാണ്ട് വേറെ ആരെങ്കിലും മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻസ് വരാലോ, വേരിയേഷൻസ് വരാലോ. നമ്മൾ എന്ത് പറയും? ആ സാധനം തീർന്നു പോയി അല്ലേ, അല്ലെങ്കിൽ അതില്ലാന്നല്ലേ നമ്മൾ വിചാരിക്കുള്ളൂ. അപ്പൊ എന്താണ്, ബിന്നുകള് മാറ്റിയിടുന്നത് വഴി ഇങ്ങനത്തെ ഉള്ള വേരിയേഷൻസ് വരാം അല്ലെ. ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയോ? ഓക്കെ. പിന്നെ ഷോർട്ടേജ് വരാം അല്ലെ, ഷോർട്ടേജ് വരാലോ. കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മൂലമൊക്കെ ഷോർട്ടേജ് വരാലോ. പിന്നെ കളവ് നടക്കാം അല്ലെ, പിൽഫറേജ് നടക്കാം അല്ലെ. ആരെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ മോഷണം ചെയ്യുന്നത് മൂലം അല്ലെ, നമുക്ക് എന്ത് പറ്റാം? പിൽഫറേജ് വന്നത് മൂലം വേരിയേഷൻസ് വരാം. പിന്നെ എന്താണ്, നമ്മൾ പറഞ്ഞു ഇവാപറേഷൻ നടക്കുന്നത് അല്ലെ, സ്പിരിറ്റ്, ആൽക്കഹോള്, അതേപോലെ എന്താണ് സാധനങ്ങളൊക്കെ എന്ത് പറ്റും? ഇവാപറേഷൻ, ബാഷ്പീകരണം നടക്കുമല്ലോ. അപ്പൊ അളവിൽ വ്യത്യാസങ്ങൾ വരുന്നില്ലേ? അളവിൽ വ്യത്യാസങ്ങൾ വരില്ലേ? പിന്നെ വേസ്റ്റ് ആയി പോവാ അല്ലെ, ഒരുപാട് വേസ്റ്റ് ആയി പോയാൽ വേരിയേഷൻസ് വരാലോ. ഒരിത്തിരി ഉപയോഗിക്കേണ്ടടുത്ത് അല്ലെ, മെഡിസിനുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ കുറച്ച് ഉപയോഗിക്കേണ്ടടുത്ത് ഒരുപാട് ഉപയോഗിച്ച് വേസ്റ്റ് ആക്കി കളഞ്ഞാൽ എന്താണ്? വേരിയേഷൻസ് വരാം അല്ലെ, വ്യത്യാസങ്ങൾ വരാം. ഓക്കെ, ഇറ്റ് ഈസ് ഡ്യൂ ടു റോങ് എൻട്രീസ്. എന്താണ്? റോങ് ആയിട്ടുള്ള രീതിയിൽ എൻട്രി ചെയ്യുന്നത് മൂലം അല്ലെ. കൂടാതെ രണ്ടാമത് പറയുന്നത് എന്താണ്? ഷോർട്ടേജ് ഓർ ഓവർ ഇഷ്യൂ. എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഓവർ ആയിട്ട് ഇഷ്യൂ ചെയ്യുക. അവര് പറയുന്ന ആ ക്വാണ്ടിറ്റിയിൽ അല്ലെ, അളവിലും കൂടുതൽ ഓവർ ഇഷ്യൂ ചെയ്തിട്ട് എന്ത് വരാം? ഇങ്ങനെയുള്ള വേരിയേഷൻസ് വരാം. അല്ലെങ്കിൽ ഷോർട്ടേജ് സംഭവിച്ച കൊണ്ടുവന്ന സാധനങ്ങളിൽ എന്തെങ്കിലും ഷോർട്ടേജ് സംഭവിച്ചിട്ടുണ്ട് അല്ലെ, നമ്മ പറഞ്ഞ ക്വാണ്ടിറ്റിയിലും അളവിലും കുറവാണ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും വേരിയേഷൻസ് സംഭവിക്കാം. നെക്സ്റ്റ്, കെപ്റ്റ് ഇൻ റോങ് ബിൻ. എന്താണ്? റോങ് ബിന്നുകളിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് വേരിയേഷൻസ് വരാം. നെക്സ്റ്റ് പറയുന്നത് പിൽഫറേജ്. എന്താണ്? മോഷണം പോവാ അല്ലെ, ആരെങ്കിലും മോഷ്ടിക്കുക അല്ലെങ്കിൽ കളവ് നടത്തുന്നത് മൂലം വേരിയേഷൻസ് വരാം. നെക്സ്റ്റ് എന്താണ്? ഇവാപറേഷൻ നടക്കുക അല്ലെ. എന്താണ്? നമ്മുടെ സ്പിരിറ്റ്, ആൽക്കഹോള്, അതേപോലെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്യാം? ക്ലോറോഫോം അങ്ങനെയുള്ള സാധനങ്ങള് ബാഷ്പീകരണം സംഭവിച്ചിട്ട് അതിന്റെ അളവില് വേരിയേഷൻസ് വരാം. നെക്സ്റ്റ് പറയുന്നത് വേസ്റ്റ് ആവാം. ഒരുപാട് വെറുതെ ആവശ്യമില്ലാതെ ഉപയോഗിച്ചിട്ട് ഒരുപാട് പാഴാക്കി കളഞ്ഞാലും എന്താണ്? സ്റ്റോറിലെ വേരിയേഷൻസ് വരാം. ക്ലിയർ ആയോ? സിമ്പിൾ അല്ലേ ഇതൊക്കെ? സ്റ്റോക്ക് വെരിഫിക്കേഷൻ കൊണ്ടുള്ള ഒബ്ജക്റ്റീവ്സ്. സ്റ്റോക്ക് വെരിഫിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോക്ക് വെരിഫൈ ചെയ്യുക അല്ലെ, പരിശോധിക്കുക. അതുകൊണ്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയായിരിക്കും? സ്റ്റോക്ക് വെരിഫൈ ചെയ്യുന്നത് കൊണ്ടുള്ള ഉദ്ദേശം നിങ്ങൾക്ക് തന്നെ പറയാലോ. സ്റ്റോക്ക് വെരിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് പരിശോധിക്കുക. അവര് സൂക്ഷിക്കുന്ന, സംഭരിച്ചു വെക്കുന്ന സാധനങ്ങൾ എന്താണ്? സ്റ്റോറിൽ സൂക്ഷിക്കുന്നത് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ,
അതൊക്കെ എന്താണ്? എക്സ്പയറി ആയതുണ്ടോ അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുന്നത് എന്താ? അക്കൗണ്ടബിലിറ്റി ആണോ? ഉത്തരവാദിത്വമാണോ? മികച്ച ഉത്തരവാദിത്വമാണ് അല്ലെ? എക്സ്പയറി തീരാറായതുണ്ടോ അല്ലെ? കറക്റ്റ് സ്റ്റോറേജ് ഉണ്ടോ അല്ലെ? ആവശ്യത്തിനുള്ള സ്റ്റോറേജ് ഉണ്ടോ അല്ലെ? അതൊക്കെ എന്താണ്? അക്കൗണ്ടബിലിറ്റി ആണ് അല്ലെ? കളവ് പോയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും, പിൽഫറേജ് നടന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുന്നുണ്ട് അല്ലെ? ഓർഡർ ലെവൽ ആയോ എന്ന് അറിയാൻ പറ്റും. ഓക്കെ, നോക്കാം. അക്കൗണ്ട് കറക്റ്റ് സ്റ്റോക്ക് അറിയാൻ പറ്റും അല്ലെ? നോക്കാനായിട്ട് പറ്റും. ഓക്കെ, അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരവാദിത്വം അല്ലെ? എന്താണ്? നല്ലൊരു ഉത്തരവാദിത്വമാണ് അല്ലെ? എന്താണ്? കറക്റ്റ് സ്റ്റോക്ക് ഉണ്ട് അല്ലെ? എല്ലാ ഡിപ്പാർട്ട്മെന്റിലും യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടോ അല്ലെ? എന്തെങ്കിലും ഓർഡർ ചെയ്യാനായിട്ടുണ്ട്. ഇതൊക്കെയല്ലേ സ്റ്റോക്ക് വെരിഫിക്കേഷൻ ആണോ? അപ്പൊ എന്താണ്? അതൊരു അക്കൗണ്ടബിലിറ്റി, മികച്ച ഉത്തരവാദിത്വമാണ്. ആക്യുറസി, കൃത്യത നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ നമ്മൾ സ്റ്റോക്ക് വെരിഫിക്കേഷൻ നടത്തുന്നത് മൂലം? ഇല്ലേ? കൃത്യത, ആക്യുറസി ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലേ പ്രവർത്തനങ്ങളെല്ലാം? നമ്മ എന്ത് ചെയ്യും? സ്റ്റോക്ക് വെരിഫിക്കേഷൻ നോക്കുമ്പോ എന്തെങ്കിലും സാധനങ്ങള്, മെറ്റീരിയൽസ്, ഗുഡ്സുകള് കുറവുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ റീഓർഡർ കൊടുക്കും അല്ലെ? രണ്ടാമത് പർച്ചേസ് ചെയ്യാം. പിന്നെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ നടത്തുമ്പോ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ കറക്റ്റ് ചെയ്യില്ലേ? സ്റ്റോക്ക് വെരിഫിക്കേഷൻ. അപ്പൊ അതെന്താണ്? കൃത്യത നിലനിർത്താനായിട്ട് സാധിക്കുന്നു അല്ലെ? ആക്യുറസി ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നില്ലേ? നെക്സ്റ്റ്, ഒബ്സർവിംഗ് ദ തെഫ്റ്റ് ആൻഡ് പിൽഫറേജ് അല്ലെ? എന്തെങ്കിലും കളവ് അല്ലെങ്കിൽ മോഷണങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യാനായിട്ട് അല്ലെ? നിരീക്ഷിക്കാനായി സാധിക്കുന്നു. നെക്സ്റ്റ് എന്താണ്? എക്സാമിനിങ് ഓഫ് സിസ്റ്റം, അവിടുത്തെ സിസ്റ്റം പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ സാധിക്കുന്നുണ്ടോ നമ്മ സ്റ്റോക്ക് വെരിഫിക്കേഷൻ നടത്തുന്നതിലൂടെ? സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റോഴ്സിലെ പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ സാധിക്കുന്നില്ലേ? സ്റ്റോഴ്സിൽ കറക്റ്റ് രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ അല്ലെ? ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവര് എന്താണ്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ അല്ലെ? സപ്ലൈ ചെയ്യുന്നുണ്ടോ? ഇവരെന്താണ്? ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടോ അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സാമിൻ ചെയ്യാൻ പറ്റുന്നില്ലേ? പരിശോധിക്കാൻ പറ്റുന്നുണ്ടോ സ്റ്റോക്ക് വെരിഫിക്കേഷൻ നടത്തുമ്പോ? നെക്സ്റ്റ്, റിവ്യൂ ഓഫ് സേഫ്റ്റി അല്ലെ? സുരക്ഷയുടെ അവലോകനം അല്ലെ? അവിടെയുള്ള സാധനങ്ങളുടെ സുരക്ഷയെ പറ്റി ഒരു അവലോകനം നടത്താൻ സാധിക്കുന്നുണ്ടോ? റിവ്യൂ നടത്താനായിട്ട് സാധിക്കുന്നുണ്ടോ? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളുണ്ടോ അല്ലെ? എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടോ അല്ലെ? സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഒരു അവലോകനം അല്ലെ? മെറ്റീരിയൽസിന്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഒരു അവലോകനം നടത്താനായി ഈ സ്റ്റോക്ക് വെരിഫിക്കേഷനിലൂടെ സാധിക്കുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഓക്കെ ആണോ? നെക്സ്റ്റ്, codification. Codification is the process of representing all items by number or alphabet, the digits of which shows the group, the subgroup, the type and magnitude of the items. എന്താണ്? നമ്മ ഐറ്റംസിന്റെ സാധനങ്ങൾ എന്ത് ചെയ്യാണ്? നമ്പേഴ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ ആൽഫബറ്റ് ABCD എന്നുള്ള സെറ്റ് വരെയുള്ള ആൽഫബറ്റ്സ് വെച്ചിട്ടോ എന്താണ്? നമ്മ എന്താണ്? സാധനങ്ങളെ, ഐറ്റംസിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് ക്വാണ്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മ ആ ഡിജിറ്റ്സ് വെച്ച് നോക്കിയിട്ട് നമുക്ക് അത് ഏത് ഗ്രൂപ്പാണ്, അതല്ലെങ്കിൽ ഏത് സബ് ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഏത് ടൈപ്പാണ്, ഏത് തരത്തിലുള്ള ഐറ്റംസ് ആണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ്, വ്യാപ്തി എന്ന് ഉദ്ദേശിക്കുന്നത് അത് എത്ര ക്വാണ്ടിറ്റിയിലുണ്ട്, എത്ര സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയില്ലേ? അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഒക്കെ നമുക്ക് അറിയാനായി സാധിക്കും. ക്ലിയർ ആയോ? നമ്മ പണ്ട് കളിക്കുമ്പോ പറയാറുണ്ടോ ഇങ്ങനെ നമ്പേഴ്സ് പേര് വെച്ചിട്ട് കളിച്ചിട്ടുണ്ടോ?
ഓരോ ഫ്ലവേഴ്സിന്റെ പേര് കളിക്കാറുണ്ടോ? അങ്ങനെ കളിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഫ്ലവേഴ്സിന്റെ പേര് അല്ലെ, കളേഴ്സ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? കണ്ണടച്ച് നിന്നിട്ട് ആ പേര് വിളിച്ചിട്ട് ആ ആളെ വിളിക്കും. ആ ഫ്ലവറിന്റെ പേര് വിളിക്കുമ്പോ ആള് വരും അല്ലെ. അപ്പൊ അതെന്താ അവർക്ക് മനസ്സിലാവണം. ആദ്യം തന്നെ അവരെടുത്ത് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, ഇന്ന പേരാണ് അല്ലെ, ഇന്ന ലോട്ടസ് എന്നാണ് പേര്, അല്ലെങ്കിൽ റോസ് ആണ് പേര് അല്ലെ. അപ്പൊ ആ പേര് വിളിക്കുമ്പോ അവർക്ക് മനസ്സിലാവുകയാണോ അവിടെയാണ് വിളിക്കുന്നതെന്ന്? കളിച്ചിട്ടുണ്ടോ അത്? ഓക്കെ പോട്ടെ. ആ ഓക്കെ. അപ്പൊ നോക്കിയേ, കോഡിഫിക്കേഷൻസ് എന്ന് പറഞ്ഞത് എന്താണ്? ഒരു ഐറ്റത്തിന് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ ആവാം നമ്മ എന്ത് ചെയ്യാണ്? നമ്മ നമ്പേഴ്സ് വെച്ചിട്ടോ ABC എന്നുള്ള ആൽഫബറ്റ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ 1 2 3 എന്നുള്ള നമ്പേഴ്സ് വെച്ചിട്ടോ നമ്മ അതിനെന്താണ് റെപ്രസെന്റ് ചെയ്യാണ്. അതിനെയാണ് കോഡിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ സർജിക്കൽ ഐറ്റംസിന് നമ്മ ആ സർജിക്കലിന്റെ ആദ്യത്തെ 3 ലെറ്റേഴ്സിലെ SUR അങ്ങനെ വെച്ചിട്ട് കോഡിഫൈ ചെയ്യും. അപ്പൊ SUR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കാം? സർജിക്കൽ ഐറ്റംസ് ആണ് അല്ലെ. മനസ്സിലാക്കിക്കൂടെ? നിങ്ങൾക്ക് വരുന്നുണ്ട് കേട്ടോ, കുറെ ഇനി വരുന്നുണ്ട്. മിസ് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞതാണ്. അപ്പൊ ഈ ആൽഫബറ്റ്സ് അല്ലെങ്കിൽ ഈ ഡിജിറ്റ് വെച്ച് കാണിട്ട് അത് ഏത് ഗ്രൂപ്പാണ്? സർജിക്കൽ ഐറ്റംസ് ആണോ? സർജിക്കൽ ഐറ്റംസ് ആണെങ്കിൽ അതിന്റെ ഏത് സബ് ഗ്രൂപ്പാണ്? ആ സർജിക്കൽ ഐറ്റംസിന്റെ ഏത് സബ് ഗ്രൂപ്പാണ്? അനസ്തീഷ്യയുടെ ആണോ, അതല്ലെങ്കിൽ അതിന്റെ എക്യുപ്മെന്റ്സുകളാണോ? അത് നെക്സ്റ്റ് പറയുന്നത് എന്താണ്? അതിന്റെ ടൈപ്പ്, അത് ഏത് ടൈപ്പിലാണ് വരുന്നത് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? മാഗ്നിറ്റ്യൂഡ്, അത് എത്രത്തോളം വ്യാപ്തി, അത് എത്രത്തോളം ക്വാണ്ടിറ്റിയിലുണ്ട് എന്നൊക്കെ എന്താണ് അറിയാനായി സാധിക്കുന്നു. ക്ലിയർ ആയത്? നെക്സ്റ്റ് ഉണ്ട് കേട്ടോ, ക്വാളിഫിക്കേഷൻ ഉണ്ട്, മിസ് എടുക്കുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. ന്യൂമറിക്കൽ നെക്സ്റ്റ് കോഡിഫിക്കേഷൻ ഓഫ് സിസ്റ്റം. ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻസ് എന്താണ്? providing numbers to understand the group in a stone അല്ല ട്ടോ, സ്റ്റോർ എന്നാണ് ട്ടോ. സ്റ്റോർ നമ്മ എന്താണ് നമ്പേഴ്സ് കൊടുത്തിട്ട് ആ നമ്പേഴ്സ് വെച്ചിങ്ങാണ്ട് നമ്മ ആ സ്റ്റോറിൽ ആ സാധനങ്ങളെ ആ നമ്പേഴ്സ് വെച്ചിങ്ങാണ്ട് നമ്മ ഐഡന്റിഫൈ ചെയ്യാണ്. എക്സാമ്പിൾ നോക്കിയ 0 to 99 അതെന്താണ്? സർജിക്കൽ ഐറ്റംസ് ആണ്. ഇപ്പൊ 0 to 99 വരെയുള്ള സാധനങ്ങൾ എന്താണ്? സർജിക്കൽ ഐറ്റംസിനെയാണ് പറയുന്നത്. അപ്പൊ അതിലൊരു 89 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കണം? അത് സർജിക്കൽ ഐറ്റം ആണ് അല്ലെ. ആണോ? ആണോ? ആ അപ്പൊ ക്ലിയർ ആയത്? 0 to 99 വരെയുള്ള നമ്പേഴ്സ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സർജിക്കൽ ഐറ്റത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു ഐറ്റംസിനെ സ്റ്റോറിലെ ഏതെങ്കിലും ഐറ്റത്തിനെ നമ്മൾ എന്താണ് നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ആൽഫബറ്റിക്കൽ. ആൽഫബറ്റ് ആർ യൂസ്ഡ് ടു കോഡിഫൈ ദ മെറ്റീരിയൽസ്. എന്താണ് മെറ്റീരിയൽസ്? ആൽഫബറ്റ്സ് വെച്ചിട്ട് കോഡിഫൈ ചെയ്യുന്നു. ഫസ്റ്റ് 3 ലെറ്റേഴ്സ് യൂസ്ഡ്. എന്താണ് ആദ്യത്തേത്? ഫസ്റ്റത്തെ 3 ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ സർജിക്കൽ എക്യുപ്മെന്റ്സിന്റെ എക്സാമ്പിൾ SUR എന്നും കൂടി ഉണ്ട് കേട്ടോ. ഇതിൽ SU എന്ന് കൊടുത്തിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ SUR ഫോർ ദി വേർഡ് സർജിക്കൽ. അപ്പൊ അനസ്തേഷ്യ ആണെങ്കിൽ എന്ത് കൊടുക്കാം നമുക്ക്? അനസ്തേഷ്യ എന്ത് വെച്ച് റെപ്രസെന്റ് ചെയ്യാം? ആദ്യത്തെ 3 ലെറ്റർ പറഞ്ഞ അനസ്തേഷ്യയുടെ ANA അല്ലേ. ANA ഓക്കെ ആയോ? അപ്പൊ എന്താണ് ഓരോ ആ വേർഡിന്റെ ആദ്യത്തെ 3 ലെറ്റർ വെച്ചും കാണിട്ട് എന്താണ് നമ്മ മെറ്റീരിയൽസിനെ റെപ്രസെന്റ് ചെയ്യുകയാണ്, കോഡിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ ആൽഫബറ്റിക്കൽ കോഡിഫിക്കേഷൻസ് എന്ന് പറയുന്നു. നമ്മ ഐറ്റംസിനെ നമ്പേഴ്സ് വെച്ചിട്ട് കോഡിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് പറയുന്നു? ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ എന്ന് പറയുന്നു. നെക്സ്റ്റ് ആൽഫ ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ആൽഫബറ്റിക്കൽ ആൻഡ് ന്യൂമറിക്കൽ സിസ്റ്റം. യൂസ് ആൽഫബറ്റ്സ് ടു ഷോ മെയിൻ ഗ്രൂപ്പ് ആൻഡ് നമ്പേഴ്സ് ഫോർ സബ് ഗ്രൂപ്പ്സ് ഓർ വൈസ് വേഴ്സ. എന്താണ് നമ്മ ആൽഫബറ്റ്സും ന്യൂമറിക്കലും കൂടി ഉപയോഗിച്ച് രണ്ടും കൂടെ കോമ്പിനേഷനിൽ
ഐറ്റംസിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് ആൽഫാ ന്യൂമറിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ആൽഫബറ്റ്സ് യൂസ് ചെയ്തിട്ട് എന്ത് പറയുന്നു? മെയിൻ ഗ്രൂപ്പിനെ, അതല്ലെങ്കിൽ മെയിൻ ഗ്രൂപ്പിനെ ആൽഫബറ്റ്സ് വെച്ചിട്ടും നമ്പേഴ്സ് വെച്ചിട്ട് അതിന്റെ സബ് ഗ്രൂപ്പിനെയും ഡിവൈഡ് ചെയ്യുന്നു. നമുക്കത് തിരിച്ചും ചെയ്യാം. എന്താണ്? മെയിൻ ഗ്രൂപ്പിനെ നമ്പേഴ്സ് വെച്ചിട്ടും സബ് ഗ്രൂപ്പിനെ ആൽഫബറ്റ്സ് വെച്ചിട്ടും കോഡിഫൈ ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയാമോ? ഒന്നുകൂടെ പറയാം. എന്ന് വെച്ചാല് നമ്മ ആൽഫബറ്റ്സും നമ്പേഴ്സും യൂസ് ചെയ്തിട്ട് ഐറ്റംസിനെയും അതിന്റെ സബ് ഗ്രൂപ്പിനെയും കോഡിഫൈ ചെയ്യുന്നതിനെയാണ് ആൽഫാ ന്യൂമറിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് സർജിക്കൽ ഐറ്റംസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാണ്. രണ്ടിലും, ആൽഫയിലും ന്യൂമറിക്കൽ സിസ്റ്റത്തിലും റെപ്രസെന്റ് ചെയ്യാണ്. സർജിക്കൽ സെക്ഷനില് നമുക്ക് വരുന്ന ഒരു സബ് ഗ്രൂപ്പ് പറയാമോ? മെഡിസിൻ വരുന്നുണ്ട് അല്ലെ? C0 to 99 SUR. അത് നമുക്ക് എന്ത് പറയാം? SUR 99 എന്ന് പറയാം അല്ലെ? 0 to 99 എന്ന് പറയാലോ. SUR 69 79 പറയാലോ, തിരിച്ചു പറയാലോ. അപ്പൊ അതിൽ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ആൽഫബറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്, നമ്പേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? അതിനെയാണ്, രണ്ടിന്റെ കോമ്പിനേഷനില് നമ്മൾ ഐറ്റംസിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് ആൽഫാ ന്യൂമറിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൽ ആദ്യം നമ്മൾ ആൽഫബറ്റ് ആണ് യൂസ് ചെയ്യുന്നതിൽ എങ്കിൽ അത് മെയിൻ ഗ്രൂപ്പിനെയും രണ്ടാമത് യൂസ് ചെയ്യുന്നത് കൊണ്ട് അതിന്റെ സബ് ഗ്രൂപ്പിനെയും ഡിവൈഡ് ചെയ്തിരിക്കുന്നു, കോഡിഫൈ ചെയ്തിരിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇപ്പൊ നമുക്കറിയാം സർജിക്കൽ എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? സർജറിയില് മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? ഉണ്ടോ? അപ്പൊ നമുക്ക് എന്ത് ഇതിന് രണ്ടിന് സബ് ഗ്രൂപ്പും മെയിൻ ഗ്രൂപ്പും വേണ്ടേ? മെയിൻ ഏതായിരിക്കും? വേണല്ലേ? അപ്പൊ എന്ത് അറിയാം? രണ്ടും ഉപയോഗിച്ച് സബ് ഗ്രൂപ്പും നമുക്ക് കോഡിഫൈ ചെയ്യാം, മെയിൻ ഗ്രൂപ്പും കോഡിഫൈ ചെയ്യാം. നെക്സ്റ്റ് ഡെസിമൽ സിസ്റ്റം. ഡെസിമൽ അറിയാലോ? ഡെസിമൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് സ്കൂളില്. ഡെസിമൽ ദശാംശ സ്ഥാനങ്ങൾ അല്ലെ? ദശാംശ സ്ഥാനം അല്ലോ, ഡെസിമൽ സിസ്റ്റം. ദശാംശം. അപ്പൊ എന്ത് ചെയ്യാണ്? ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് ഡെസിമൽ ടു റെപ്രസെന്റ് ഐറ്റംസ്. നമ്മ ഒരു ഐറ്റംസിനെ ഡെസിമൽസ് വെച്ചുങ്ങാണ്ട് അല്ലെ, ദശാംശ സംഖ്യകൾ വെച്ചുങ്ങാണ്ടിട്ട് റെപ്രസെന്റ് സൂചിപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് ഡെസിമൽ സിസ്റ്റം എന്ന് പറയുന്നത്. എക്സാമ്പിൾ 50.1432. ഒരു ഐറ്റംസിന് ഇപ്പൊ സർജിക്കൽ ഐറ്റംസ് ആവാം, ഏതെങ്കിലും ഒരു ഐറ്റംസിനെ നമ്മൾ എന്താണ് ഏതെങ്കിലും ദശാംശ സംഖ്യ വെച്ച് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഡെസിമൽ സിസ്റ്റം എന്ന് പറയുന്നു. ക്ലിയർ ആയോ? നാലെണ്ണം ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ മിസ് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് മിസ് എടുക്കുന്നുള്ളൂ, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇന്നത്തെ ക്ലിയർ അല്ലേ എല്ലാവർക്കും? എല്ലാവരും ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am.